ഐതിഹ്യമാലയിലെ അടുത്ത കഥ പ്രഭാകര കവിയുടെയാണ്. പ്രഭാകരൻ എന്നാണ് ആ കഥയ്ക്ക്, ഐതിഹ്യത്തിന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഇട്ടിരിക്കുന്ന പേര്. നല്ലൊരു പേരാണ് പ്രഭാകരൻ. പ്രഭയെ ആകരിക്കുന്നവൻ, പ്രകാശത്തെ കൂട്ടുപിടിക്കുന്നവൻ, അല്ലെങ്കിൽ ശേഖരിക്കുന്നവൻ. ശേഖരിക്കുക എന്നുള്ളതാണ് ശരി. അങ്ങനെയാണ് രത്നാകരൻ എന്ന് പേര്. രത്നങ്ങൾ ശേഖരിക്കുന്നവൻ രത്നാകരൻ, പ്രഭാകരൻ, ദിവാകരൻ, ഇങ്ങനെയൊക്കെയുള്ള കരൻ എന്നുള്ള വാക്ക് കൂട്ടിച്ചേർക്കുന്നത് പ്രഭ, ദിവ, രത്ന, ഇതിൻ്റെ കൂടെ കരൻ ചേർക്കുമ്പോൾ ഇത് ശേഖരിക്കുന്നവന് അർത്ഥം വരും. അതാണ് പ്രഭാകരൻ. പ്രഭാകര കവിക്ക് വേറൊരു പേരും കൂടെ ഉണ്ടായിരുന്നു, സുകുമാരൻ. ആ പേര് എന്തുകൊണ്ട് വന്നു എന്ന് അറിയില്ല എന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി രേഖപ്പെടുത്തുന്നത്. എന്നാൽ പ്രഭാകരൻ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നും അദ്ദേഹം പറയുന്നില്ല. ഏതായാലും വളരെ ബുദ്ധിമാനായ ഒരു കുട്ടിയായിരുന്നു പ്രഭാകരൻ. പ്രഭാകരനെ പഠിപ്പിക്കുന്ന ഒരു ഗുരുവുണ്ട്. ആ ഗുരുവിൻ്റെ വീട്ടിലാണ് പ്രഭാകരൻ്റെ താമസം. അവിടുത്തെ വൃത്തിപ്പണിയും ചെയ്യും, പഠിക്കുകയും ചെയ്യും, വളരെ നന്നായിട്ട് പഠിക്കും. പക്ഷേ ഈ ഗുരുവിന് പ്രഭാകരനോടൊരു വെറുപ്പാണ്. ബാക്കി കുട്ടികളൊക്കെ എന്ത് സംശയം ചോദിച്ചാലും ഗുരു പറഞ്ഞു കൊടുക്കും. പ്രഭാകരൻ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കില്ല. പറഞ്ഞു കൊടുക്കില്ല എന്ന് മാത്രമല്ല, ദേഷ്യം വരികയും തല്ലുകയൊക്കെ ചെയ്യും. പ്രഭാകരന് ഒറ്റത്തവണ കേട്ടാൽ മനസ്സിലാവും. എന്നാൽ എപ്പോഴും അങ്ങനെ അല്ലല്ലോ. ചിലപ്പോൾ നമ്മൾ കേട്ടത് അങ്ങ് മറന്നുപോയി, അല്ലെങ്കിൽ അപ്പോൾ ഓർമ്മയുണ്ടായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ ഓർമ്മ വരുന്നില്ല. ഇങ്ങനെയൊക്കെ നമുക്കൊക്കെ സംഭവിക്കാറുണ്ട്. ഇത് പ്രഭാകരനും സംഭവിക്കും. അത് വലിയ അപരാധമായിട്ടാണ് ഗുരു കരുതുന്നത്. തല്ലി വശകേടാക്കും. ഇപ്പോഴത്തെ പോലെയല്ല. ഇപ്പം പിള്ളേരെ തല്ലിക്കഴിഞ്ഞാൽ ക്രിമിനൽ കേസാണ്. പണ്ടൊക്കെ അങ്ങനെയില്ല. ഞാനൊക്കെ പഠിക്കുമ്പോൾ ചൂരലുമായിട്ടാണ് സാറ് വരുന്നത് തന്നെ ക്ലാസ്സിലേക്ക്. തല്ലാനാണോ എന്തിനാണോ ചൂരൽ എപ്പോഴും കയ്യിലുണ്ടാകും. നമുക്ക് 2 ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വെറുതെ തല്ലുന്ന അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു. ഇരിക്കട്ടെ, നീ ഒന്ന് ചൊവ്വല്ല എന്ന് പറഞ്ഞിട്ട് ചുമ്മാ അടിക്കും. ഈ പ്രഭാകരൻ്റെ കാര്യത്തിൽ വെറുതെയും അടിക്കും, വെറുതെ അല്ലാതെ അടിക്കും, ചോദിച്ചാൽ അടിക്കും, ചോദിച്ചില്ലെങ്കിൽ അടിക്കും, മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ എന്താടാ മിണ്ടാതിരിക്കുമെന്ന് ചോദിച്ചാൽ അതിനടി കൊടുക്കും. പ്രഭാകരന് ആ കൂടെ വിഷമിച്ചു. ഒരു ദിവസം ഈ പ്രഭാകരൻ ഇതുപോലെ ഒരു തെറ്റ് പറ്റിയപ്പോൾ അപ്പോൾ ചോദിച്ചു, ഇത് ഞാൻ മറന്നുപോയി, ഇത് എങ്ങനെയാണ്? നീ മറന്നുപോയോ? നിന്നെ കാണിച്ചു തരാം. അടിച്ച് ഭയങ്കര പ്രശ്നത്തിലായി പ്രഭാകരൻ അവിടെ നിന്ന് ഓടി, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി കുറേ ദൂരം പോയി. അവിടെ ഇരുന്ന് ആലോചിച്ചു, എന്താ ചെയ്യേണ്ടത്? ഞാൻ കുറേ കാലമായി ഇത് സഹിക്കുന്നു. ഇന്ന് എന്നോട് ചെയ്തത് ഭയങ്കര അന്യായമാണ്, ഇതിന് പകരം വീട്ടണം എന്ന് പ്രഭാകരൻ തീരുമാനിച്ചു. കൊച്ചുകുട്ടിയുമാണ്. എന്തു വാങ്ങിക്കോട്ടെ, ഞാൻ പകരം വീട്ടു. ഇങ്ങനെ എന്നെ തല്ലാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഗുരുവിനെ കൊന്നുകളയും. എങ്ങനെ കൊല്ലും? ഒരു കല്ലുമായിട്ട് ഗുരുവിൻ്റെ മച്ചമ്പുറത്ത് കയറിയിരിക്കുക. ഗുരു ഉറങ്ങിക്കഴിയുമ്പോൾ മച്ചൻ്റെ ഒരു പലക എടുത്തിട്ട് ഈ കല്ല് നെഞ്ചത്തേക്ക് ഇടുക, പാണ്ടാരണം കെട്ടത്. ഇതാണ് പ്രഭാകരൻ്റെ പ്ലാൻ. ഇതനുസരിച്ച് പ്രഭാകരൻ പാത്തും പതുങ്ങിയും ഒരു അമ്മിക്കല്ലുമൊക്കെ സംഘടിപ്പിച്ചും മച്ചമ്പുറത്ത് വലിഞ്ഞ് കയറി അവിടെ ഇരുന്നു. ഇപ്പം ഗുരു ബാക്കിയുള്ളവരെ പഠിപ്പിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു, ബാക്കി ജോലികളൊക്കെ ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ ഗുരു വന്ന് കിടന്നു. ഗുരു കിടന്നതിൻ്റെ തൊട്ട് പിന്നാലെ ഗുരുവിൻ്റെ ഭാര്യയും വന്നു. എന്തു പറ്റി? ഇന്ന് അത്താഴം കഴിക്കുന്നില്ല? ഓ, ഇന്ന് വേണ്ട. എന്തു പറ്റി? അത് ഞാൻ ആ പ്രഭാകരനെ വല്ലാതെ തല്ലിയിരുന്നു. അത്രയും തല്ലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കഷ്ടമായിപ്പോയി. കുഞ്ഞല്ലേ അവൻ. പക്ഷേ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ആ ദേഷ്യം മാറാനായിട്ടാണ് ഞാൻ അവനെ തല്ലിയത്. വാസ്തവത്തിൽ അവനെന്തെങ്കിലും തെറ്റുണ്ടായിട്ടില്ല. എൻ്റെ ദേഷ്യം മാറാൻ അവനെ തല്ലിയെന്ന് പറഞ്ഞാൽ മതി. തല്ലി അവൻ ഓടിപ്പോയി. എവിടെ പോയെന്നും എനിക്കറിയാമില്ല. പയ്യനെ പിന്നെ കാണുന്നുമില്ല. ആ കൂടെ ഒരു മനസ്സിനൊരു സമാധാനമില്ല. അതുകൊണ്ട് ഇന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഗുരുവിൻ്റെ ഭാര്യ പറഞ്ഞു, ഞാനിത് കുറേ നാളായി ഇത് കാണുന്നു. നിങ്ങളെ ഒരുമാതിരി തെമ്മാടിത്തരാണ് ആ ചെറുക്കനോട് കാണിക്കുന്നത്. എന്തൊരടിയാണ് അവനെ അടിക്കുന്നത്? കണ്ണിച്ചോരയില്ലാതെ. മനുഷ്യനാണോ നിങ്ങൾ? ഞാനിത് ചോദിക്കണമെന്ന് വിചാരിച്ച് ഇന്നലെ ചോദിക്കുമ്പോൾ ഞാൻ പലപ്പോഴും സമയം കിട്ടുന്നില്ല. പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ എന്നെ കടിക്കാൻ വരുമല്ലോ. അതാണല്ലോ ഇവിടുത്തെ സ്വഭാവം. അല്ല, എന്താ കാര്യം? ഞാൻ എത്രയോ ദിവസമായി ഞാൻ കാണുന്നു, അന്യായമായിട്ടാണ് ആ ചെറുക്കനോട് പെരുമാറുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞു, എടി നീ പറയുന്ന പോലെ ഒന്നുമല്ല. അവൻ
ലോകോത്തര വിദ്വാനാണ്. ഞാൻ അവനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ അവൻ ലോകത്തിൻ്റെ നെറുകയിലാണെന്ന് അവൻ ധരിച്ചു കളയും. അതിനുള്ള പ്രായം അവനായിട്ടില്ല. അവനൊരു പ്രായമാകുമ്പോൾ ഞാൻ അവനെ പറക്കാൻ വിടും. അത് ആകാശത്തിൽ പറക്കാൻ പോകുന്ന വലിയ പക്ഷിയാണ്. അവൻ ലോകം കീഴടക്കും. എത്ര മിടുക്കനാണെന്നറിയാമോ? ഞാൻ അവൻ്റെ മിടുക്ക് നേരത്തെ ആയി പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ കടിഞ്ഞാണിട്ട് പിടിച്ച് നിർത്തുകയാണ്. കാരണം ഇത്ര ചെറുപ്പത്തിൽ അവൻ പറക്കാൻ പോയി കഴിഞ്ഞാൽ ശത്രുക്കൾ അവനെ ഉപദ്രവിക്കും. ശത്രുക്കളെ അജയ്യനാവണം അവൻ. ആ പദവിയിൽ എത്തിക്കഴിയുമ്പോൾ അവനെ തുറന്നു വിട്ടാലുണ്ടല്ലോ, പിന്നെ നമ്മൾ ഞാൻ വിചാരിച്ചപ്പോൾ അവനെ തൊടാൻ പറ്റില്ല. അത്ര മഹാനാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പെരുമാറുന്നത്. ഞാൻ അവനോട് സ്നേഹത്തോടെ പെരുമാറി നീ മിടുക്കനാണെന്നൊക്കെ പറഞ്ഞ് പുറത്ത് 2 തട്ട് തട്ടി കഴിഞ്ഞാൽ ഇപ്പം തന്നെ അവൻ പറക്കുകയും ശത്രുക്കളുടെ ആക്രമണമേറ്റ് പൊളയുകയും ചെയ്യും. ഇതാണ് ഞാനവനെ തല്ലുന്നതിൻ്റെ കാര്യം. അല്ലാതെ എനിക്ക് അവനെപ്പറ്റി അറിഞ്ഞുകൂടാനായിട്ടില്ല. നീ എന്താ വിചാരിച്ച്? ഞാൻ എത്രയോ പിള്ളേരെ പഠിപ്പിക്കുന്നു, എനിക്കറിയാമേ ഓരോരുത്തൻ്റെയും മിടുക്ക്. ഇത് ഈ പ്രഭാകരൻ മുകളിലിരുന്ന് കേൾക്കുക മച്ചുംപുറത്ത്. പ്രഭാകരൻ എൻ്റെ ദൈവമേ, ഈ മനുഷ്യനെയാണല്ലോ ഞാൻ ഈ അമ്മിക്കല്ലിൽ നെഞ്ചത്തിട്ട് കൊല്ലാൻ ശ്രമിച്ചത്. മഹാ കഷ്ടമായി പോയി. ഇതിപ്പോൾ ഈ പാപം ഏറ്റു പറയുക എന്ന് പറഞ്ഞിട്ട് മച്ചിൻ്റെ പലക ഇളക്കി താഴെ ചാടി. ഇതാ ആരുടെ എന്താ? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മുകളിലിരുന്ന് ഇതൊക്കെ കേട്ടു. ഞാൻ മുകളിൽ കയറിയത് ഗുരുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അമ്മിക്കല്ലുമൊക്കെ ഇരിപ്പുണ്ട് മുകളിൽ, നെഞ്ചത്തിട്ടിട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറി. ഈ കുറ്റത്തിന് ഞാൻ എന്ത് പരിഹാരം ചെയ്യണം? അപ്പം ഗുരു പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ചെറുപ്പത്തിലെ ഓരോ കുസൃതിയല്ലേടാ, നീ അതൊന്നും കാര്യമാക്കണേ. ആർക്കും തോന്നും വല്ലാതെ തല്ല് കിട്ടി കഴിയുമ്പോൾ തിരിച്ചു കഴിഞ്ഞ് ഇവനെ തട്ടിയിട്ട് ബാക്കി കാര്യം നടക്കാൻ തോന്നാത്ത നിനക്കും അത് തോന്നി. അതൊന്നും സാരമൊന്നുമില്ല. പ്രഭാകരൻ സമ്മതിച്ചില്ല. അല്ലല്ല, ഇത് വളരെ സീരിയസ് സംഗതിയാണ്. ഗുരുവിനെ കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാപമാണ്. ഇതിന് ഞാൻ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ. നീ ഒരു കാര്യം ചെയ്യും, നേരം വെളുക്കട്ടെ. അപ്പോൾ അവിടെ വിദ്വൽ സദസ്സ് എന്ന് പറഞ്ഞ് ഇതിനൊക്കെ സെറ്റപ്പുണ്ട്. അവരോട് പോയി നീ കാര്യം പറയുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇതിന് പ്രായശ്ചിത്തം എന്താണെന്ന് ചോദിക്കും. നേരം വെളുത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെറുക്കൻ ഇവരുടെ അടുത്ത് പോയി നടന്ന സംഭവമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, മോനെ നീ ചെയ്തത് വലിയൊരു പാപമാണ്. വാസ്തവത്തിൽ ധർമ്മശാസ്ത്രമനുസരിച്ച് ഉമിത്തിയിൽ നീറി മരിക്കണം. അതാണ് ശിക്ഷ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ചെയ്തോ. പക്ഷേ നീ ചെയ്ത് കുറ്റത്തിനുള്ള ശിക്ഷ ധർമ്മശാസ്ത്രങ്ങളിൽ ഉമിത്തിയിൽ നീറി മരിക്കുക എന്നുള്ളത്. അതാണ് ശിക്ഷയെങ്കിൽ ഞാൻ അത് ചെയ്യും എന്ന് പ്രഭാകരൻ. ഗുരു പറഞ്ഞു, വേണ്ടാതിനത്തിലൊന്നും പോകണ്ട, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. ഗ്രന്ഥത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം ശരി, ഞാൻ ക്ഷമിച്ചല്ലോ, പിന്നെ എന്ത് വേണം? പറ്റില്ല എന്ന് പറഞ്ഞു പ്രഭാകരൻ. ഭൂമി വരുത്തിച്ച് അതിൻ്റെ നടുക്ക് കഴുത്ത് വരെ, ഇവിടം വരെ, താടി വരെ മൂടിയിട്ട് 4 വശത്തും കൂടെ തീ കൊളുത്താൻ പറഞ്ഞു. തീ കൊളുത്തി. തീ ഇങ്ങനെ നീറി വന്നുകൊണ്ടിരിക്കുകയാണ് തീ. ആ സമയത്താണ് പ്രഭാകരൻ തീരുമാനിക്കുന്നു, ഏതായാലും ഞാൻ മരിക്കുകയാണ്, എനിക്ക് ഇത്രയും കഴിവുകളൊക്കെ ഉണ്ട്, അത് പൊതുജനങ്ങൾക്കായിട്ട് ഈശ്വരാർപ്പണം എന്ന് പറയുക. ഈശ്വരന് ഇതൊന്നും വേണ്ട, അപ്പം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈശ്വരാർപ്പണമായിട്ട് പ്രഭാകരൻ ഒരു കാവ്യം രചിച്ചു, ശ്രീകൃഷ്ണവിലാസം. അങ്ങനെയാണ് പ്രഭാകര കവി ആകുന്നത്. ശ്രീകൃഷ്ണവിലാസം അവിടെ നിന്ന് മനസ്സിൽ ഇങ്ങനെ ഓരോ വരിയായിട്ട് വന്നുകൊണ്ടിരുന്നു. എന്നാൽ ആ കാവ്യം പൂർത്തിയാക്കാൻ പ്രഭാകരന് സാധിച്ചില്ല. അപ്പോഴത്തേക്ക് തീ കഴുത്തിൽ വരെ വന്നു കഴിഞ്ഞു. പിന്നെ ശബ്ദം പുറത്തു വരില്ല. അത്രയധികം വേദന സഹിച്ച് ഉരുകി പ്രഭാകരൻ എഴുതിയ കൃതിയാണ് ശ്രീകൃഷ്ണവിലാസം. അതിന്നും അപൂർണമായി കിടക്കുന്നു. ശരി, അപൂർണമായി കിടക്കുന്നു. പിൽക്കാലത്ത് കാളിദാസൻ, അദ്ദേഹത്തെ കവിഞ്ഞ് കവിത്വം ആർക്കുമില്ല. കാളിദാസൻ പറഞ്ഞു, ഇത് ശ്രീകൃഷ്ണവിലാസം ഇങ്ങോട്ട് എടുത്തേ, ഇത് ഞാനങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്യാൻ ഒരു വരി പകുതിയിൽ നിർത്തിയിരിക്കുകയാണ് ശ്രീകൃഷ്ണവിലാസം. ബാക്കി പകുതി കാളിദാസൻ പൂരിപ്പിച്ച പാടെ ഒരു അശരീരി, ഞാൻ പറഞ്ഞല്ലോ കൊട്ടാരത്തിൽ ശങ്കുണ്ണി അശരീരി എന്ന് പ്രയോഗിക്കുന്നില്ല, എവിടുന്നോ ഒരു ശബ്ദം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ. എവിടുന്നോ ഒരു ശബ്ദം വന്നു. നൂലിൻ്റെ കൂടെ വാഴനാര് ചേർക്കണ്ട കാളിദാസനോട് പറയുകയാണ്,
പ്രഭാകര കവി എഴുതിയ പട്ടുനൂല് പോലെയുള്ള വരികളോട് നിൻ്റെ വാഴനാര് ചേർക്കണ്ടെന്ന് കാളിദാസനോട് പറയും. കാളിദാസൻ ഈ അശരീരി കേട്ടപാടെ ഇതങ്ങ് ഉപേക്ഷിച്ചു. ശ്രീകൃഷ്ണവിലാസം പൂർത്തിയാക്കണ്ട, അതിന് പകരം ഞാൻ വേറൊരു കാവ്യം എഴുതാം എന്ന് തീരുമാനിച്ചു. അതാണ് കുമാരസംഭവം. കുമാരസംഭവവും ശ്രീകൃഷ്ണവിലാസവും തമ്മിൽ സാമ്യമുണ്ടെന്ന് പല പണ്ഡിതന്മാരും പറയുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയും പറയുന്നുണ്ട്. രണ്ടും ഹിമാലയ വർണ്ണനയിലൂടെയാണ് തുടങ്ങുന്നത്. ശരിയാണ്. കുമാരസംഭവത്തിൽ അസ്തുസ്തരശ്യാമിഷി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ എന്നുള്ള ശ്ലോകമൊക്കെ ശ്രീകൃഷ്ണവിലാസത്തിൻ്റെ തുടക്കത്തിലുമൊക്കെ ഉണ്ട്. ബട്ട് ഇത് കുമാരസംഭവം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണവിലാസത്തിന് പകരം വയ്ക്കാവുന്നൊരു കൃതിയാണോ എന്ന് പറഞ്ഞാൽ അതത്ര കണ്ട് ശരിയല്ല എന്നും പറയേണ്ടി വരും. ഏതായാലും ഐതിഹ്യത്തിൽ ഈ പറഞ്ഞ പോലെ ചോദ്യമൊന്നുമില്ലല്ലോ. ചോദ്യമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ ഐതിഹ്യവും കടന്നു പോകുന്നു, മനസ്സിലാക്കുന്നു, ഇതിലെ സന്ദേശം മനസ്സിലാക്കുന്നു. ഇതിലുമുണ്ട് ഈ ഹിന്ദു സമാജത്തിന് ഒരു പാഠം. ഈ അനാവശ്യമായ പ്രതിജ്ഞകളും പ്രശ്നങ്ങളും ഉണ്ടല്ലോ. ഞാൻ ഗുരുവിനെ കൊല്ലാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. ഇതൊക്കെ തത്വമാണ്. കാര്യമൊക്കെ ശരി. എന്തിനാണ് പ്രഭാകരൻ സ്വന്തം ജീവനില്ലാതെയാക്കിയത്? ഗുരുവിന് മനസ്സിലായി, ഗുരു മാപ്പ് കൊടുത്തു. അവിടെ വെച്ചത് അവസാനിപ്പിക്കണ്ടേ? തൻ്റെ പ്രതിഭയെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ഇവിടെ പ്രഭാകര കവി തൻ്റെ കാവ്യം പോലും പൂർത്തിയാക്കാതെ, ഒന്നാം തരം കാവ്യം, ലോകോപകാരപ്രദമായ കാവ്യം, അതുപോലും പൂർത്തിയാക്കാതെ തൻ്റെ ഒരു ഏതോ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച ശിക്ഷ താൻ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാണൻ വെടിയുന്നത് മണ്ടത്തരമല്ലേ ശരിക്കും? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഗുരുവും ഇത് നോക്കി നിൽക്കാൻ പാടുണ്ടോ? ഗുരു ബലം പ്രയോഗിച്ചിട്ട് പറ്റില്ല, നീ ഇത് ചെയ്യരുത്, ഞാനാണ് പറയുന്നത്, ഞാൻ നിൻ്റെ ഗുരുവാണെങ്കിൽ ഞാൻ പറയുന്നത് മുഴുവൻ നീ അനുസരിക്കണം, ഞാൻ ഈ ശിക്ഷ ഇളവ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രഭാകരനെ പിടിച്ചിറക്കണ്ടേ ആ ഭൂമിയിൽ നിന്ന്? അത് ഗുരുവും ചെയ്യുന്നില്ല. ഹിസ്റ്റോറിക്കലി ഹിന്ദു സമാജം എവിടെയൊക്കെയാണ് തെറ്റുകൾ വരുത്തിയതെന്നുള്ളത് നമുക്ക് ഐതിഹ്യങ്ങളിൽ നിന്ന് പോലും മനസ്സിലാവും. ഈ ഉണക്കപ്രതിജ്ഞ എടുക്കുക, ഏതെങ്കിലും ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് എടുക്കുക, അതനുസരിച്ച് വേണം ചെയ്യാനെന്ന് വാശി പിടിക്കുക, അതിൽ ജീവത്യാഗം ചെയ്യുക, ആർക്കും ഒരു പ്രയോജനവുമില്ലാതെ ആ ജീവൻ അവസാനിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇതിൻ്റെയൊക്കെ ബേസിസ് എന്താ? ഒരു രീതിയിൽ അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരു ഏർപ്പാട്, പിടിവാശി എന്ന് പറയുന്ന ഏർപ്പാട്, അതാണ് ധർമ്മം എന്ന് തീരുമാനിക്കുന്ന ഒരു ഏർപ്പാട്. 4 പേര് കൂടിയിട്ട് അത് എഴുതി വെച്ചു. ആ ഒറ്റ കാരണം കൊണ്ട് അത് ധർമ്മമാണെന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രാണം കൊടുക്കുകയും, സ്വന്തം വീടും ബന്ധുക്കളും സമാജവും മൊത്തം കത്തി നശിച്ചാലും വേണ്ടില്ല, ഞാൻ ഈ ചട്ടം പാലിക്കും എന്ന് പറയുന്ന ഒരുതരം മണ്ടൻ ധർമ്മചിന്ത. ഇത് പാടില്ല എന്നുള്ള മെസ്സേജാണ് ഈ ഐതിഹ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ മറ്റുള്ള പണ്ഡിതന്മാർ ഒക്കെ പലരും ഇതിനോട് വിയോജിപ്പുള്ളവരുണ്ടാവാം, ഇതിന് വേറെ വ്യാഖ്യാനങ്ങളുണ്ടാകാം. ഐതിഹ്യമാല ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഞാനൊന്നുമല്ല. എത്രയോ പേര് എന്തെല്ലാം എഴുതിയിരിക്കുന്നു ഐതിഹ്യമാലയെപ്പറ്റി. അവർക്കെല്ലാം വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകാം. ഏതായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പുതിയൊരു ഐതിഹ്യമാല കഥയുമായി കാണാം. താങ്ക് യു.